പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ആക്രമണം കടുപ്പിച്ച് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടന്റെ സൈനിക താവളം ആക്രമിച്ചു. ഒമാനിലെ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണമുണ്ടായി. അബുദാബിയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് സ്ത്രീക്കും കുട്ടിക്കും പരിക്കേറ്റു. ദുബായിലും 2 പേർക്ക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ബ്രിട്ടന്റെ സൈനിക താവളങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലും ആക്രമിച്ചിട്ടുണ്ട്. ഒമാനിലെ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അർണിമ, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അബുദാബിക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ്. അബുദാബിയിലെ അൽസലാം നാവികത്താവളത്തിലെ ഒരു വെയർഹൗസ് അല്ലെങ്കിൽ ഒരു സംഭരണശാല ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു എന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതായത് UAE പ്രതിരോധ മന്ത്രാലയം, UAE മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പങ്കുവച്ച പ്രസ്താവനയിലാണ് അബുദാബിയിലെ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അബുദാബിയിലെ അൽസലാം നാവികത്താവളത്തിന്റെ സംഭരണശാലയാണ് തകർത്തത്. അതിൽ ഇറാനിയൻ ഡ്രോണുകളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഈ ആക്രമണത്തിൽ കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന 2 കണ്ടെയ്നറുകളിൽ തീപിടുത്തമുണ്ടായി. ഈ തീപിടുത്തത്തിൽ നിലവിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഈ നാവികത്താവളത്തിന് നേരെ, അതായത് ഒരു നേവൽ ബേസ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. എങ്കിലും വലിയ രീതിയിലുള്ള ആളപായം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. എങ്കിലും ആ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിലെ അബ്ദുള്ള മുബാറക് എന്ന പ്രദേശത്തെ അമേരിക്കൻ നാവികത്താവളത്തിൽ 4 ബാലിസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അറാഗ്ചി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ അയൽ രാജ്യങ്ങളുമായി യാതൊരു ശത്രുതയുമില്ല, അവരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, മറിച്ച് തങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആ രാജ്യങ്ങളിലുള്ള താവളങ്ങളെ, അതായത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതിൽ പല നാവിക താവളങ്ങളും മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളിൽ നിന്നാണ് അമേരിക്കയുടെ ദൗത്യം നടക്കുന്നത്. അപ്പോൾ ഈ അയൽ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ നാവിക താവളങ്ങളെ, സൈനിക താവളങ്ങളെ, വ്യോമ താവളങ്ങളെ എല്ലാമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഗ്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് UAE ഇറാനിൽ നിന്ന് നേരിട്ടത്. വിവിധ ലക്ഷ്യങ്ങളെ ഉന്നം വെച്ചുകൊണ്ട്, അതായത് വിവിധ ടാർഗറ്റുകളെ ഉന്നം വെച്ചുകൊണ്ട് 541 ഡ്രോണുകൾ ഇതുവരെ UAE എത്തി. അതിൽ 300-ലധികം ഡ്രോണുകൾ തകർക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 20 ബാലിസ്റ്റിക് മിസൈലുകളും ഇത്തരത്തിൽ അയച്ചിട്ടുണ്ട്. ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചും UAEക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 21 ഡ്രോണുകൾ ജനവാസ മേഖലയിലും എത്തി എന്നുള്ളതാണ്. ഇത്തരത്തിൽ സൈനിക ലക്ഷ്യങ്ങളെ മാത്രമാണ് തങ്ങൾ ഉന്നം വയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 541-ൽ 21 ഡ്രോണുകൾ ജനവാസ മേഖലയിലാണ് എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ ഇപ്പോൾ ഈ ഒരു അറബ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒമാൻ കടലിടുക്കിലും മറ്റും ഇവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ 2ാം ദിനം അവസാനിക്കാറാകുമ്പോഴും വലിയ രീതിയിൽ ഉള്ള ആക്രമണം ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും കടൽ വഴിയും കര വഴിയുമുള്ള ആക്രമണം തുടരും. ഞങ്ങൾക്ക് ഇനി, അതായത് സ്വയം പ്രതിരോധത്തിന് ഇനി ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാകില്ല, ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത സ്വയം പ്രതിരോധമാണ് ഇനി നടത്താൻ പോകുന്നത് എന്നും ഇത്തരത്തിൽ ഇവരുടെ
വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ ആക്രമണങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിലുള്ള ഒരു വെസൽ അല്ലെങ്കിൽ ഒരു കപ്പലിനു കൂടി ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാനിലെ ഓയിൽ ടാങ്കർ ആക്രമണത്തിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ആ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി ഇപ്പോൾ സ്ഥിരീകരണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇത്തരത്തിൽ മിസൈൽ അറ്റാക്കുകളും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുന്നു. ശരി, വ്യക്തമാണ്. പരമോന്നത നേതാവായ ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ നിലവിൽ അബുദാബിക്ക് നേരെയും ആക്രമണം ഉണ്ടായെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചില്ല. തീപിടുത്തം ഉണ്ടായെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.